ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? അംഗീകരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ വേശിയാണ്. ഇറങ്ങിക്കോ. ഈ നാട്ടുകാരെ കേൾപ്പിക്കാനും നോക്കണ ആൾക്കാര്. ഉപ്പയും രണ്ടാനമ്മയും തെറി വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് മാറ്റി പുറത്താക്കുന്ന ഒരു മകളുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. ഉപ്പ രണ്ടാം വിവാഹം കഴിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മകൾ രണ്ടുപേരെയും മാറ്റി പുറത്താക്കിയതെന്നാണ് പറയുന്നത്. മകൾ മാത്രമല്ല, മകളുടെ ഭർത്താവും കൂടി ചേർന്നാണ് ഈ പരിപാടി ഒപ്പിച്ചത്. മകൾക്കും ഭർത്താവിനും തന്റെ വീട് തട്ടിയെടുക്കാനുള്ള പരിപാടിയാണെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. എന്നാൽ ഉപ്പ ആളത്ര ശരിയല്ല എന്നാണ് മകൾ പറയുന്നത്. എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അബൂബക്കർ 18 വർഷത്തോളമായി പ്രവാസിയാണ്. 4 വർഷം മുമ്പ് ഇയാളുടെ മകൾക്കും ഭാര്യയ്ക്കും ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഭാര്യ തൽക്ഷണം മരണപ്പെട്ടു. മകൾ കുറെ കാലത്ത് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഇയാൾ മകളുടെ വിവാഹമൊക്കെ നടത്തി കൊടുത്തു. അങ്ങനെ ഇരിക്കാണ് ഏകദേശം 1 വർഷം മുമ്പ് അബൂബക്കർ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹത്തോടെയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. പ്രശ്നം വലുതായി ഒടുവിൽ കഴിഞ്ഞ ദിവസം അത് കയ്യാങ്കളി വരെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. മകൾ ഉപ്പാനെയും രണ്ടാനമ്മയും ആട്ടി പായിക്കുന്നുണ്ട്. എന്തായാലും അന്ന് കണ്ടോക്കാം. ഇതാരാന്നറിയോ? ഞാൻ ആരാന്നറിയോ? അംഗീകരിച്ചിട്ടില്ല. നിന്നെ എനിക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇറങ്ങിക്കോ നീ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതുവരെ വാങ്ങിയ സ്ഥലം ആര് വാങ്ങിയ സ്ഥലം? എന്റെ ഉമ്മാക്ക് സ്വീകരണം വാങ്ങിച്ചു കൊടുത്ത സ്ഥലം. നീ ഏതടി വേശി? ഇറങ്ങിപ്പോടി. രണ്ടാനമ്മയെ വേശ്യ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആക്ച്വലി അബൂബക്കർ ഇവരെ നിയമപ്രകാരം വിവാഹം ചെയ്തതാണെന്നാണ് പറയുന്നത്. എന്നിട്ടും വേശ്യ എന്നൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമാണ്. രണ്ടാനമ്മയെ അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ സ്വാഭാവികം. സുഡാനി ഫ്രം നൈജീരിയ സിനിമ കണ്ടില്ലേ? അതിൽ ഉമ്മ രണ്ടാമത് കല്യാണം കഴിച്ചത് സൗബിന്റെ കഥാപാത്രത്തിന് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. രണ്ടാനച്ഛനെ കണ്ടാൽ സൗബിൻ അവിടുന്ന് എണീറ്റ് പോകും. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിൽ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് സൗബിൻ രണ്ടാനച്ഛനെ തന്റെ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് നനയിച്ച ആ സീൻ ആരും മറന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് സിനിമയല്ല, ജീവിതമാണ്. ഇവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഈ വീഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ അബൂബക്കറിന്റെയും ഭാര്യയുടെയും ഒരു ചെറിയൊരു ഇന്റർവ്യൂ ബൈറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. മകളുടെയും ഭർത്താവിന്റെയും വേർഷൻ എന്താണെന്ന് നമുക്കറിയില്ല. മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 1-2 കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ കുടുംബത്തെ നേരിട്ട് അറിയാവുന്ന ആരോ ഇട്ട കമന്റ് ആണെന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല. കമന്റിൽ അബൂബക്കറിനെതിരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ വിശദമായി അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പിന്നാമ്പുറ കഥകൾ ഒന്നും തന്നെ വിശദമായി അറിയാത്തത് കൊണ്ട് ആരുടെയും പക്ഷം പിടിച്ച് തൽക്കാലം സംസാരിക്കുന്നില്ല. എന്നാലും 2 ഭാഗത്തു നിന്നും വന്ന തെറ്റും ശരിയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ വേശ്യാണ്. ഇറങ്ങിക്കോ. ഈ നാട്ടുകാരെ കേൾപ്പിക്കാനും നോക്കണ ആൾക്കാര്. ഇങ്ങനെയുള്ള സംഗതി ഇല്ലാത്ത നല്ലത്. പിള്ളേരെ നയിക്കോ. പിള്ളേരെ നിൽക്കാതെ നോക്കോ. എനിക്ക് ഒരു പേടിയില്ല. നാപ്പത്തിരിക്കാട്ടാ വെട്ടിയിൽ പീസാക്കി ഞാൻ. എനിക്ക് ഒരു പേടിയില്ല. നീ മോടെ ഇറങ്ങടി കടകെട്ടവളെ. ആഹാ, കൊള്ളാലോ. എന്തായാലും പുതിയ ടൈപ്പ് തെറിവിളികളൊക്കെ പഠിക്കാനായി. കടകെട്ടവളെ, ഏത് ഭാഷ? വാക്കത്തെടുക്ക്, വെട്ടി പീസാക്കുമെന്നൊക്കെ വെച്ച് കാച്ചുന്നുണ്ട്. പോക്കരക്കാന്റെ മോൾ ഒരു കില്ലേടി തന്നെ. എന്തിനാ മോളെ, നമുക്ക് വയലൻസ് ഒക്കെ വേണോ? ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മേക്ക് ബിലീഫ് അല്ലേ? എന്തിനാ വെറുതെ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്നത്? അതും വെട്ടി പീസാക്കാന്നൊക്കെ പറഞ്ഞാൽ ശിവ വല്ല ചിക്കനെയും പോത്തിനെയും വെട്ടിയാൽ കറയെങ്കിലും വെക്കാം. സോ പ്ലീസ്, നമുക്ക് വയലൻസ് വേണ്ട. എന്തായാലും ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. സീരിയലിലൊക്കെ ഒരു കൈ നോക്കാവുന്നതാണ്. എനിക്ക് മറ്റാളെ കണ്ടിട്ടാണ് ചിരി വരുന്നത്. അവളുടെ ഭർത്താവ് നിലാവത്ത് അഴിച്ചിട്ട് കോഴിയെ പോലെ മറ്റാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ? എല്ലാം ഭാര്യ തന്നെ പറയുന്നുണ്ടല്ലോ. ഒരു ഗ്യാപ്പ് കൊടുക്കണ്ടേ? എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. എന്റെ കെട്ടിന്റെ പേരെ കൊണ്ട് നീ കേസ് കൊടുത്താ? നീ ആരായിട്ടാടി? ഇറങ്ങടി. ആരെ ഉണ്ടാക്കണേ? റേഷൻ കാർഡ് മാറ്റാൻ കൊടുക്കണ അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ. ഉപ്പാനാട്ടോ പറഞ്ഞത്. കൂട്ടത്തിൽ മരിച്ചുപോയ വല്യമാക്കും കിട്ടിയൊരു തെറി. റേഷൻ കാർഡ് ഉണ്ടാക്കാൻ നടക്കുന്നു, അവന്റെ ഉമ്മാനെ കെട്ടിക്കാൻ എന്നൊക്കെ. നല്ല പ്രാസം ഒപ്പിച്ച തെറി. ഇവള് കൊള്ളാം. എന്നാലും സ്വന്തം ഉപ്പാനോടൊക്കെ എങ്ങനെ സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറല്ല മോളെ. സംഭവം ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അധികം കളിച്ച റേഷൻ കാർഡിന് പേര് വെട്ടുന്ന ബാപ്പ പറഞ്ഞു എന്ന് തോന്നുന്നു. അതാണ് റേഷൻ കാർഡിന് ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടിയത്. എന്തായാലും ഉപ്പാനോട് കുറച്ച് മാന്യമായിട്ടൊക്കെ പെരുമാറാമായിരുന്നു. അല്ല, ഇനി തിരിച്ചും ഉപ്പാന്റെ പെരുമാറ്റവും അതുപോലെ തന്നെയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ബാക്കിയോട് കേട്ടോ നോക്കാം. കഴിഞ്ഞു വന്നല്ലേ, നമ്മള് വേശ്യൊന്നല്ല. നീ വേശ്യാടി, നീ മിണ്ടണ്ട. ഇയാള് ഏതൊക്കെ പെണ്ണുങ്ങളായിട്ട് പരസ്യം എന്നാണ് നിനക്കറിയോ? ഇവിടെ കള്ളം കുടിച്ച് എത്ര പെണ്ണുങ്ങളെ താമസിക്കുന്നത് നിനക്കറിയോ? എനിക്ക് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്റെ ഫ്രണ്ടിൽ വേശ്യാണ്. ഇറങ്ങിക്കോ. ഷാറെ പെട്ടെന്ന് വരണം. എടി, നീ വിട്ടോ ആളെ. നീ ആളെ വിട്ടോ. ഇവളെ അടിച്ച് ഞാൻ പുറത്താവണം. വാക്കത്തിற்கு വെട്ടിങ്ങ. എനിക്ക് ഒരു പേടിയില്ല.
ആളെ വിടുമെന്നൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കൊട്ടേഷനോ മറ്റോ കൊടുത്താണെന്ന് തോന്നുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് ഇവളുടെ ഭർത്താവിനെ കാണുമ്പോഴാണ് മൂപ്പര് ടിപ് ടോപ്പിൽ വന്ന് നിന്നിട്ട് മുടി സ്റ്റൈലാക്കി കളിക്കുകയാണ്. ഇവിടെ മോൾ ഉപ്പാനും ഉമ്മാനും തെറി പറഞ്ഞ് തിരക്കിലാണ് ഓനൊരു സ്റ്റൈലാക്കല്. ഓൾക്ക് നെഞ്ചുവേദന, ഓന് വീണ വായന. എന്തായാലും ഉപ്പ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നാണ് മോള് പറയുന്നത്. ഇതുപോലെ ഇയാൾ കുറെ പെണ്ണുങ്ങളെ വീട്ടിൽ കൊണ്ടുവരാറുണ്ട് എന്നും അതുകൊണ്ടാണ് നിന്നെ ഞാൻ വേശ്യ എന്ന് വിളിക്കുന്നതെന്നുമാണ് മോള് രണ്ടാനമ്മയോട് പറയുന്നത്. എന്തൊക്കെയായാലും സ്വന്തം ഉപ്പ പെണ്ണുപിടിനാണെന്നൊക്കെ ഒരു മോള് വെറുതെ പറയോ എനിക്കറിയില്ല. ഇനി വല്ല സ്വത്തിന്റെ വിഷയം വന്ന് പ്രാന്ത് മൂത്ത് വിളിച്ച് പറഞ്ഞതാണോ? അല്ല, ഇനിയിപ്പോ സ്വത്തിന്റെ ഒരു ഭാഗം രണ്ടാനമ്മക്കും അവർക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കും കൊടുക്കേണ്ടി വരുമല്ലോ. ഇനി അതുകൊണ്ടാണ് മോളുടെ ഈ പ്രകടനം. എന്തായാലും അബൂബക്കറിനെതിരെയുള്ള മോളുടെ ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള 1-2 കമന്റ്സ് കണ്ടിരുന്നു. അതൊന്ന് വായിച്ചു തരാം. Those who don't know the fact don't comment negative. This doctor and her mother met with an accident. Her mother died on the spot itself while the doctor was on coma stage, and all her father didn't ask about her condition. This guy spent his most of life in GCC. Didn't even contacted his wife and daughter. It's her mother and build that home by doing some works and help from others and her mother's family. പറഞ്ഞ മനസ്സിലായല്ലോ. അബൂബക്കർ കൂടുതൽ കാലം വിദേശത്തായിരുന്നു. ഭാര്യ മക്കളും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. മകൾ ആക്സിഡന്റ് പറ്റി കോമയിലായിട്ട് പോലും ഇയാൾ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ വീടും ഈ പെൺകുട്ടിയുടെ ഉമ്മയും ഉമ്മയുടെ വീട്ടുകാരും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ കമന്റ് ഇട്ടത് ആരാണെന്നോ ഇതിൽ പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇനി അടുത്ത കമന്റ് വായിച്ചു തരാം. ഇതിൽ കമന്റ് ഇടുന്നവർ ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ്. ഈ തന്ത എന്ന സലീം, ഈ തന്ത എന്ന സിനിമയിലെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിയണമെങ്കിൽ തടിയിട്ട പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട ഈ തന്ത എന്ന പേരുള്ള സലീമിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കണമെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നതല്ല ഇതിന്റെ യഥാർത്ഥ സംഭവം. അബൂബക്കറിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ ചോദിച്ചു നോക്കാൻ പറയുന്നുണ്ട്. ഇയാളുടെ പേരിൽ വല്ല പോലീസ് കേസ് ഉണ്ടോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് വിദേശത്ത് പോകാൻ കഴിയില്ലല്ലോ. എന്തോ എവിടെയോ തൊടാതെ പറഞ്ഞൊരു കമന്റ് ആയി പോയത്. ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് കാര്യം എന്നുകൂടെ ഇയാൾക്ക് കമന്റിലൂടെ വ്യക്തമാക്കായിരുന്നു. എന്തായാലും ഈ വായിക്കിന് ശേഷം ഈ അബൂബക്കറും ഭാര്യയും കൂടെ എന്താക്കി നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. എന്തിനാ അഡ്മിറ്റ് ആയതൊന്നും അറിയില്ല. മകൾ ഉപദ്രവിച്ചത് കൊണ്ടാണോ അതല്ലെങ്കിൽ കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് മൂപ്പര് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. ഞാൻ 18 വർഷമായിട്ട് ദോഹ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ 4 വർഷം മുമ്പ് എന്റെ ഭാര്യ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടു പോയി. 4 വർഷം മുമ്പ് ഭാര്യ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഭാര്യ മരണപ്പെട്ട ഉടനെ ചാടിക്കേറി വിവാഹമൊന്നും ഇയാൾ കഴിച്ചിട്ടില്ല. മകളെ കെട്ടിച്ച് വിട്ടതിന് ശേഷം 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾ വിവാഹം ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും തെറ്റായി പറയാൻ പറ്റില്ല. ആണാലും പെണ്ണാലും അങ്ങനെ തന്നെ. ഉപ്പ വേറെ കല്യാണം കഴിക്കുന്നതിൽ ചിലപ്പോൾ മക്കൾക്ക് വിഷമൊക്കെ ഉണ്ടാവും. പക്ഷെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും പറയാനുള്ള അവകാശം മക്കൾക്കില്ല. നിങ്ങൾക്കൊരു നിലയിൽ എത്തിയില്ലേ, ഇപ്പൊ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ആളുടെ ജീവിതം ജീവിച്ച് തീർക്കട്ടെ, അതല്ല അതിന്റെ ശരി. ബാക്കിയുണ്ടോ? കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ വീട്ടില് വന്ന് പ്രശ്നം ഉണ്ടാക്കിയും ഞാൻ ഒരുപാട് പ്രാവശ്യം എറണാകുളം ജില്ലയിലെ തലീട്ട് പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ നമുക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് അവരത് തള്ളി കളയാണ്. അപ്പോൾ അത് ശരി, പിടിപാടില്ലാത്തത് കൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. അതും ഇങ്ങനൊരു കേസിൽ പോലീസിന് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അല്ലെങ്കിൽ എതിർ ഭാഗത്ത് നിൽക്കുന്നത് നല്ല പിടിപാടുള്ള വ്യക്തിയായിരിക്കണം. ഇവിടെ അങ്ങനൊന്നും ഇല്ലല്ലോ. സ്വന്തം മോളും മരുമോനും അല്ലേ എതിരി. മോൾക്ക് നല്ലോണം തെറി പറയാൻ അറിയാം, മരുമോന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അറിയാം. അല്ലാണ്ട് ഇവർക്ക് എന്തെങ്കിലും പിടിപാടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അബൂബക്കറും അയാളുടെ ഭാര്യയും തുടർന്നും ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരില്ല. എനിക്ക് ആൾക്കാരുമായിട്ട് വലിയ ഇതില്ല. ഞാൻ ഗൾഫിലായതുകൊണ്ട് 18 വർഷം ഗൾഫിലായതുകൊണ്ട് ആരുമായിട്ട് എനിക്ക് ബന്ധങ്ങൾ കുറവാണ്. അപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അപ്പോൾ പരാതി കൊടുക്കാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ വീടില്ല. 5 സെന്റ് സ്ഥലവും വീട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. മരുമകൻ വേണം, പുള്ളിക്ക് വേണമെന്നതാണ്. എനിക്ക് വേറെ വീടുണ്ട്, ഞാൻ കൊടുത്തേനെ. പക്ഷെ വീടില്ല. വേറെ വെച്ചാൽ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുക, എൻ്റെ ഗേറ്റ് തല്ലി പൊട്ടിച്ച് കളയുക, പിന്നെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയത് അതൊക്കെ ചവിട്ടി പൊളിച്ച് കളഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഒരു ഇതാണ് ഈ ബ്ലോക്ക് വന്ന് ഇപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ ഹോസ്പിറ്റലായി. ഞാൻ ആകെ ടയർഡാണ്. എനിക്ക് മകള് പ്രശ്നം, ഭയങ്കര പ്രശ്നം. അതിപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം സാർ. എന്നെ പോലും വീട്ടിൽ കെട്ടുന്നില്ല. എന്നെ ഒരുപാട് അസഭ്യങ്ങളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് തിരിച്ചുപോയി, വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നപ്പാണ് പത്ത് മണിയാകുമ്പോൾ അവള് വന്ന് പിന്നെ വാതിൽ ചവിട്ടി അവള് പൊളിക്കാന്ന്. അല്ലെ വാതിൽ കുറച്ചൊരു ഇതായിട്ടുണ്ട്, തള്ളി കളിക്കുന്നുണ്ട്. അപ്പൊ ഒക്കെ വാതിൽ തുറന്നോളെ ആത്ത് കയറി കെടുക്കടി പുറത്ത് എന്നോട് ആരവിടെ കെടുക്കാൻ വേശ്യാണ് നീ പറയാൻ. എന്റെ മുടി പിടിച്ച് മാന്തി, എന്റെ കൈ പിടിച്ചൊടിച്ച്. എനിക്ക് നല്ല വേദന ഉണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഞാന് അവളോട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചു വന്നാണ്. ഇസ്ലാം നിയമപ്രകാരം ഞാൻ കല്യാണം കഴിച്ചു 24/2/2024 കല്യാണം കഴിച്ചാണ് നിയമപ്രകാരം. ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നതാണ്. വന്ന് ഞാനൊരു വേശ്യായിട്ടല്ല വന്നത്. ഓളിനെ വേശ്യാന്ന് എന്നെ വിളിച്ചത് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ ഉമ്മ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ട് അല്ലേ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് തിരുത്തി മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഏക പോം വഴി. ഇനി നിയമപരമായി നീങ്ങുകയാണെങ്കിൽ അങ്ങനെയും ആകാം. തർക്കം മൂത്ത മകൾ ഉപ്പാനെ വെട്ടിക്കൊന്നു എന്നോ അതല്ലെങ്കിൽ ഉപ്പ മകളെ കൊന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഇട വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.